അയാൾ അങ്ങനെ ശങ്കർജി മീനാക്ഷിനെയും കൊണ്ടിട്ട് അവരങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക് കയറി പോകുന്ന അതേ സമയത്ത് തന്നെ രാധിക അങ്ങ് പുറത്തിറങ്ങി പോകുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവർ പരസ്പരം കാണാതെ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ കൊച്ചു ചെറുതായിട്ടൊന്ന് തെന്നി വീഴുന്ന സമയത്തൊക്കെ ഒന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ടെങ്കിൽ അവർ ആരാണ് എന്നുള്ള കാര്യം എന്തായാലും രാധികക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. അപ്പോൾ രാധിക അവരെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് കയറിയിട്ട് ആ ഡോക്ടറെ അടുത്തേക്കാണ് ഈ ശങ്കർജി പോകുന്നത്. അപ്പോൾ കയറി വരുന്ന സമയത്ത് തന്നെ ഈ ഡോക്ടറോട് ഇങ്ങനെ ശങ്കർജി ചോദിക്കുന്നുണ്ട്, അല്ല സുഖമല്ല ഡോക്ടർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, സാറിനെ പോലെയുള്ളവന്മാരുടെ പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമായി തന്നെ പോകുന്നു സാറ്, ശങ്കർജി ഇവിടെ ഇരിക്കൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവരോട് അങ്ങ് ഇരുത്തണം. എന്നിട്ട് ഈ കുഞ്ഞിനെ ഇങ്ങനെ പരിശോധിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. ഓരോ ശ്വാസം എടുക്കാനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുഞ്ഞിനെ ഇങ്ങനെ പരിശോധിക്കുകയാണ്. എന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ കുഞ്ഞിന് കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഒരു ഇഞ്ചക്ഷനും കൂടി ഉണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ശ്യാം ഇങ്ങനെ പറയുന്നുണ്ട്, ഡോക്ടറെ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ആകെ ഒരു ഇഞ്ചക്ഷനല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അല്ല അതെ എന്തോ അങ്ങനെ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ തിരിച്ചങ്ങ് ചോദിക്കുകയാണ് ശ്യാമിനോട്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അല്ല കുഞ്ഞിന് വേദനിക്കും അതാ ഞാൻ ചോദിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഒരു ഇഞ്ചക്ഷനേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശങ്കർജീനോട് ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, തൽക്കാലം മോളെ നമുക്ക് ഒബ്സർവേഷൻ റൂമിലേക്ക് അങ്ങ് മാറ്റാം, എന്നിട്ട് ബാക്കി നമുക്ക് അവിടെ അങ്ങ് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ ഈ ശങ്കർജീനോട് ഈ ഡോക്ടർ അങ്ങ് പറയാണ്. എന്നിട്ടൊരു നഴ്സിനെ വിളിച്ചിട്ട് ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ കൊണ്ടിട്ട് ഒബ്സർവേഷൻ റൂമിലേക്ക് അങ്ങ് മാറ്റിയേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ശരി ഡോക്ടർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ നഴ്സ് ആ കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് ശ്യാം അങ്ങനെ ആ നഴ്സിനോട് പറയുന്നുണ്ട്, ഞാൻ പിടിച്ചോളാം മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ മോളെയും പിടിച്ചിട്ട് അങ്ങനെ ആ ഒബ്സർവേഷൻ റൂമിലേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ അവരവിടെ ആ റൂമിലെത്തിയതിന് ശേഷം ഈ നേഴ്സ് ആ കുഞ്ഞിനെ അവിടെ കട്ടിലിൽ അങ്ങ് കിടത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കിടത്തി കഴിഞ്ഞതിന് ശേഷം ഇവരങ്ങനെ പരിശോധിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് ഈ കുഞ്ഞിന് കുറച്ച് വേദനയൊക്കെ അനുഭവിച്ചിട്ട് അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പിടിക്കുന്നത് ഈ ശ്യാമനെയാണ്. അപ്പോൾ ശ്യാമനങ്ങനെ പിടിക്കുന്ന സമയത്ത് ഈ ശ്യാമൻ ഭയങ്കരമായിട്ട് ഇവളിങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ ശങ്കർജി ഡോക്ടറും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഈ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മയക്കവും ക്ഷീണമൊക്കെ ഉണ്ടാകും, അപ്പോൾ നിങ്ങളിവിടെ അടുത്ത് ഇരുന്നിട്ട് കുറച്ച് നേരം ഒബ്സർവ് ചെയ്തിട്ടൊന്ന് നമുക്ക് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ശേഷം നമുക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ കിടന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഡോക്ടർ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ശങ്കർജി കുട്ടീനോട് ഇങ്ങനെ പറയുന്നുണ്ട്, മോള് കുറച്ച് നേരം ഉറങ്ങിക്കോട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശ്യാമ ഈ ശങ്കർജിനോട് പറയുന്നുണ്ട്, ഈ ശങ്കർജി പോയിക്കോളൂ, ഞാൻ തന്നെ നോക്കിക്കോളാം കുഞ്ഞിനെ, ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് ഇരുന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ശങ്കർജിയും കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ ശ്യാമയും ആ കുഞ്ഞു മാത്രം അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ആ കുഞ്ഞ് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെ നല്ല കെയർ ചെയ്തിട്ട് തന്നെ ശ്യാമ അടുത്ത് തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ആ രാധിക ആ സമയം അവിടെ പുറത്തുള്ള ഒരു റിസപ്ഷനിലൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ നിൽക്കുന്ന ഒരു റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കർട്ടൻ്റെ മറവിൽ ഒരു ഹാള് തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഒബ്സർവേഷൻ റൂമാക്കി മാറ്റിയതായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ കർട്ടൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആ ഒരു അമ്മയും കിടക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് രാധിക അടുത്ത് ഈ ശ്യാമയുടെ മുന്നിലൂടെ തന്നെ പോകുന്നുണ്ടെങ്കിൽ അവർ പരസ്പരം കാണുന്നൊന്നുമില്ല. അപ്പോൾ ഇവൾ നേരെ പോയിട്ട് ആ അമ്മയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഇവർ പരസ്പരം ഇരിക്കുന്നത് ഒരു കർട്ടൻ്റെ മറവിൽ അടുത്തടുത്തായിട്ടാണ് ഈ ശ്യാമയും രാധികയും ഇരിക്കുന്നത്. പക്ഷേ അവർ ആ കർട്ടൻ കൊണ്ട് രണ്ടുപേരും പരസ്പരം കാണുന്നൊന്നുമില്ല, അത്രയും അടുത്ത് ക്ലോസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ രാധിക ഇങ്ങനെ ആ അമ്മനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോ സംസാരമൊക്കെ ഇങ്ങനെ സംസാരിച്ചാണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. അതേ സമയത്ത് തന്നെ ഈ ശ്യാമ ഈ കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കുന്നൊക്കെ ഉണ്ട്. അതും അത്രയും ക്ലോസ് ആയിട്ട് തന്നെയാണ് അവർ രണ്ടുപേരും അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഈ അമ്മ ഇങ്ങനെ ഈ രാധികനോട് ചോദിക്കുന്നുണ്ട്, മോളെ ദൈവം കൊണ്ട് എത്തിച്ചതായിരിക്കും എൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് മരിച്ചു പോകേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധിക ഇങ്ങനെ അവരോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത് അമ്മേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, അമ്മയ്ക്ക് ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനും ജീവിക്കാനൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കറിയില്ല മോൾ ആര് പ്രസവിച്ചതാണെന്ന്, പക്ഷേ ഈ ജന്മം എന്ന് പറയുന്നത് ഒരു പുണ്യം തീർച്ച ജന്മമാണ്, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത്, മോളുടെ മനസ്സൊരു നല്ല മനസ്സാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആര് ജനിപ്പിച്ചതാണെങ്കിലും നിങ്ങളുടെ അച്ഛനമ്മമാർ എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമുള്ളവരാണ് എന്നൊക്കെ ഇങ്ങനെ ഈ അമ്മ ഇവളോട് അങ്ങ് പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കുന്ന സമയത്ത് രാധയൊക്കെ ചെറിയൊരു സങ്കടം അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഇവൾ അമ്മയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നങ്ങ് മൗനം പാലിക്കുകയാണ്. എന്നിട്ട് അവളിങ്ങനെ അവളുടെ അമ്മനെ കുറിച്ച് അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചിന്തിക്കുന്ന സമയത്തൊക്കെ ഈ ശ്യാമ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, പക്ഷേ അവൾ അത് അറിയുന്നുമില്ല. അപ്പോൾ ഇവളിങ്ങനെ പരസ്പരം ഈ അമ്മനെ സ്നേഹിച്ച് ഓരോ നിമിഷം ഇങ്ങനെ ഓർക്കുകയാണ്. അവർ പരസ്പരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നതും അതുപോലെ ഇങ്ങനെ അവരെ ഓരോ നിമിഷങ്ങളും അവരുടെ ആ സന്തോഷങ്ങളും എല്ലാം ഇങ്ങനെ അവൾ ഓർത്തെടുത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ സങ്കടം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കർട്ടൻ ഇങ്ങനെ പാറുന്നതൊക്കെ ഇങ്ങനെ കണ്ടിട്ട്
ഇവളീ കർട്ടനിലേക്ക് അങ്ങ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ശ്യാമയും അങ്ങോട്ട് അങ്ങ് തിരിഞ്ഞു നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ കർട്ടൻ്റെ മറവിൽ അവർ രണ്ടുപേരും പരസ്പരം കാണുന്നൊന്നുമില്ല. അപ്പോൾ ഈ ശ്യാമ അവസാനം ഈ കർട്ടൻ ഇങ്ങനെ നീക്കാനൊക്കെ ഒന്ന് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും പിന്നെ വേണ്ട എന്നൊക്കെ വെച്ചിട്ട് വീണ്ടും അങ്ങ് തിരിഞ്ഞങ്ങ് നിൽക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അവർ പരസ്പരം അടുത്ത് തന്നെ അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടർ റൂമിലാണെങ്കിൽ ഈ ശങ്കർജി ആ സ്നേഹം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടറും ഈ ശങ്കർജിയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കാനാണ്. അപ്പോൾ ഈ ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഈ ശ്യാമനെ കുറിച്ചൊക്കെ. അപ്പോൾ ഈ ശ്യാമനെ കുറിച്ച് ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, അവർ കുറച്ച് ദിവസമായിട്ടുള്ളൂ എൻ്റെ അടുത്ത് എത്തിയിട്ട്, പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഓർമ്മകളിൽ എന്തൊക്കെയോ മിന്നി മാറുന്നുണ്ട്. ആരൊക്കെയോ അവരുടെ ഓർമ്മകളിലൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും വ്യക്തമല്ല, ഒന്നും കറക്റ്റായിട്ട് അങ്ങ് പറയുന്നില്ല. പക്ഷേ ആരൊക്കെയോ ഉണ്ട് അവർക്ക്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ആ മോൾ അവർക്ക് കിട്ടിയതിന് ശേഷം അവർക്ക് ഭയങ്കര സന്തോഷവും എന്തൊക്കെയോ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സ്വന്തം മകളായിട്ടൊക്കെ കാണുന്നത്. അവർ എന്തൊക്കെയോ ജീവിതത്തിലുള്ള ഒരു കണക്ഷൻ കൊണ്ടായിരിക്കും അവർ ആ ഒരു സ്നേഹം മുഴുവൻ ആ കുഞ്ഞിനോട് അങ്ങ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ കുഞ്ഞിനും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഇതുവരെ കിട്ടാത്ത ഒരു അമ്മയുടെ സ്നേഹം തന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് അങ്ങ് ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ച് ഞാനും അതങ്ങ് ഒഴിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവർക്കൊരു ചെറിയൊരു ആശ്വാസം കണ്ടെത്താനാകുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചതാണ് ഞാനും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ അവരോട് പറയുന്നുണ്ട്, ശങ്കർജിയുടെ പരീക്ഷണം എന്ന് പറഞ്ഞത് അത്രയും നല്ല പരീക്ഷണം തന്നെയായിരിക്കും, അതെന്തായാലും വിജയിച്ചിരിക്കും. അതുകൊണ്ട് ഇതിലും എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കാണാതിരിക്കില്ല. പക്ഷേ ഞാൻ ഇപ്പം പറയാൻ നിന്നത് വേറൊരു കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സ്നേഹയുടെ മുഖത്തേക്കൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹയ്ക്ക് ഇങ്ങനെ മനസ്സിലാവണം, ഇനി ഡോക്ടർ എങ്ങാനും എന്നോട് ഇവിടുന്ന് മാറാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലോ അവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് സ്നേഹം അങ്ങനെ പറയുന്നുണ്ട്. ഡോക്ടർ ഞാൻ പുറത്ത് നിന്നോളാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അവരുടെ റൂമിൽ നിന്ന് അങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ ഡോക്ടർ പറയുന്നുണ്ട്, ഏയ് നീ പുറത്ത് നിൽക്കൊന്നും വേണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി, നീയും കൂടി കേട്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ഈ ഡോക്ടർ പറഞ്ഞിട്ട് അവളോട് അവിടെ തന്നെ നിൽക്കാൻ പറയണേ. അപ്പോൾ ഈ ഡോക്ടർ ശങ്കർജിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ കുറച്ച് നേരം മുന്നേ ഇവിടേക്കൊരു പെൺകുട്ടി വന്നിരുന്നു. ആ പെൺകുട്ടിയുടെ കൂടെ ഒരു വൃത്തിയായിട്ടുള്ള ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മ എന്ന് പറഞ്ഞത് വീട്ടിലുള്ള എല്ലാവരും അവരെ ഉപേക്ഷിച്ചത് തന്നെയാണ്. സാധാരണ സംഭവം തന്നെയാണ്. മക്കളൊക്കെ വിദേശത്താണ്. അവരൊക്കെ വലിയ നിലയിലെത്തിയപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് അവിടെ ആ അമ്മയുടെ കയ്യിൽ നിന്ന് ആ വീടും സ്ഥലമൊക്കെ എഴുതി വാങ്ങിച്ച് പുറത്താക്കി ഗേറ്റ് പൂട്ടി അവരങ്ങ് കടന്ന് കളഞ്ഞ്. ഇപ്പോൾ ആ അമ്മക്ക് ആരുമില്ല. അപ്പോൾ അനാഥയായി കിടക്കുന്നത് കണ്ടപ്പോൾ ഈ പെൺകുട്ടി അവർക്ക് മനസ്സലിഞ്ഞിട്ട് അവരെ ഇങ്ങോട്ട് ഡോക്ടറുടെ അടുത്തേക്ക് അങ്ങ് കൊണ്ടുവന്നതാണ്. അവരിപ്പോൾ ഇവിടെ ഒബ്സർവേഷൻ റൂമിൽ ചികിത്സിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശങ്കർജി പറയുന്നുണ്ട്, എന്താണ് പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പം ആ അമ്മക്ക് എന്ന് പറയുന്നത് പോകാൻ ഒരു ഇടവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മാത്രമല്ല ആ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞ് എന്നിരുന്നാലും പോലീസിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്ത ഒരു വലിയ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഇപ്പം അമ്മക്ക് പോകാൻ ഒരു ഇടയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സ്നേഹക്ക് ഇങ്ങനെ ചെറിയൊരു ആശങ്ക വരുന്നുണ്ട്. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, അയ്യോ ശങ്കർജി, ഇനി ഒരാളെയും കൂടി നമ്മുടെ കൂട്ടത്തിലേക്ക് അങ്ങ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും സൗകര്യമില്ല. ഇനി ഒരാളെയും കൂടി ചേർക്കാനുള്ള ഒരു സൗകര്യമൊന്നും നമുക്കില്ലല്ലോ ശങ്കർജി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, സൗകര്യങ്ങളും എല്ലാം ഓരോരുത്തരെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ, അതൊന്നും ഇപ്പം നമുക്ക് ചിന്തിക്കണ്ട. എന്തായാലും അമ്മ എവിടെ, നമുക്ക് അമ്മനെ ഒന്ന് കാണാം എന്നൊക്കെ ഇങ്ങനെ ശങ്കർജി പറയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ നിർബന്ധിപ്പിക്കുകയൊന്നുമില്ല, ശങ്കർജിക്ക് കഴിയുകയാണെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഓരോ സൗകര്യങ്ങളൊക്കെ ഓരോ മനുഷ്യന്മാരും ഉണ്ടാക്കിയെടുക്കാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അമ്മനെയൊക്കെ ഒന്ന് കാണാം എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, ഓക്കെ ശരി, എന്നാൽ നമുക്ക് പോയി അമ്മനെ കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ നേരെ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർ നേരെ ഈ അമ്മയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ രാധികയും അമ്മയും കൂടിയിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതേ സമയത്ത് തന്നെ ഈ നേഴ്സ് ശ്യാമനോടൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, അതേ കുഞ്ഞിനെ ഒന്ന് പരിശോധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ ഒന്ന് പരിശോധിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ നേഴ്സ് ഈ കുഞ്ഞിനോട് പറയുന്നുണ്ട്, അതേ മോളെ പെട്ടെന്ന് എണീറ്റ് ഇനി നമുക്ക് ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കാൻ പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ കുഞ്ഞ് ഓക്കെ ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ മോള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ മോളെയും കൊണ്ടിട്ട് ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒബ്സർവേഷൻ റൂമിൽ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പോൾ ശ്യാമയും കൂടിയിട്ട് ഞാനും വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ കൂടെ ആ റൂമിൽ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ശങ്കർജിയും അതുപോലെ തന്നെ സ്നേഹയും ഡോക്ടറും കൂടിയിട്ട് ഈ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് പോകുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ രാധിക പെട്ടെന്ന് തന്നെ എണീക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ ഈ രാധികക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ശങ്കർജിനെ. അപ്പോൾ ഈ രാധികനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാണ് ശങ്കർജി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവൾ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, ഇവർക്ക് ഇവിടെ ഒരു ചെറിയൊരു ആശ്രമമുണ്ട്, അവിടെ ഒരുപാട് അനാഥ ആയിട്ടുള്ള ആരും ഇല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ പരിചരിക്കുന്നതൊക്കെ ഇവരാണ്, ഇവരുടെ അടുത്ത് ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ
എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ ശങ്കർജി രാധികനോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, ഈ അമ്മ ഞങ്ങളുടെ കൂടെ പോന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക ഇങ്ങനെ നന്ദി പറയുന്നൊക്കെ ഉണ്ട്, വളരെയധികം നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഈ രാധിക അമ്മനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മ നമുക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, സന്തോഷമായി മോളെ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ ഈ അമ്മയും കൂടി അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, പിന്നെ ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പോലീസിലൊന്ന് കംപ്ലയിൻറ്റ് കൊടുത്താൽ ആ മകന് കുടുങ്ങും. എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അമ്മമാരെ വയസ്സായ അമ്മമാരെ നോക്കാതിരുന്നാൽ അവർക്കെതിരെ ശിക്ഷയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വേണ്ട, എൻ്റെ മകനെതിരെ കേസൊന്നും കൊടുക്കണ്ട, അവന് അങ്ങനെ പോയിക്കോട്ടെ, ഞാൻ ഇവിടെ തന്നെ ജീവിച്ചോളാം, അവന് ഇനി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അവനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട, ഇനി അവന് അങ്ങനെ സമാധാനമായിട്ട് ജീവിച്ചാൽ മതി, അത് മാത്രമേ എനിക്ക് എൻ്റെ മനസ്സിലുള്ളൂ. ഇനി അവന് അവൻ്റെ മക്കൾ വളർന്ന് വലുതാകുന്ന സമയത്ത് അവൻ്റെ മക്കളൊന്നും അവനോട് ഇതുപോലെ ഒന്ന് കാണിക്കരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ, അല്ലാതെ ഒന്നും വേണ്ട, അവന് ശിക്ഷയൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശങ്കർജി ഇതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട്, ഈ ഒരു മഹത്വത്തിൻ്റെ പേരാണ് അമ്മ. അമ്മക്ക് ഒരിക്കലും മക്കൾ എന്ന് പറയുന്നത് ഒരു ശിക്ഷ അനുഭവിക്കാനോ ബുദ്ധിമുട്ടാനോ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കില്ല, അതുകൊണ്ട് തന്നെയാണ് ഇതിന് അമ്മ എന്ന് വിളിക്കുന്നത് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മയുടെ മഹത്വം അങ്ങനെ ഈ ശങ്കർജി ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഈ ശങ്കർജി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ രണ്ടാളും പരസ്പരം മുന്നേ പരിചയമുള്ളവരാണോ എന്നൊക്കെ ഇങ്ങനെ രാധികനോട് അങ്ങ് ചോദിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, അല്ല, ഈ മോളെന്ന് പറയുന്നത് ഞാനിപ്പോൾ അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളൂ, കുറച്ച് സമയത്തെ പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കുറച്ച് സമയത്തെ പരിചയം തന്നെ ഈ മോൾ എന്നെ ഒരുപാട് കാലം പരിചയമുള്ളതുപോലെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. എൻ്റെ മക്കൾ ഇതുവരെ എനിക്ക് തരാത്ത സ്നേഹം ഈ മോൾ എനിക്ക് ഇത്രയും ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തന്ന് തീർത്തിട്ടുണ്ട്. അത്രയും നല്ല മകളാണ്, അത്രയും നല്ല മനസ്സാണ് ഇവൾക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ശങ്കർജി പറയുന്നുണ്ട്, അതുപോലെയുള്ള മനസ്സൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ശങ്കർജി പറയുന്നുണ്ട്, മോളെ, അമ്മ ഞങ്ങളുടെ കൂടെ എന്തായാലും വന്നോട്ടെ, ഞങ്ങളിപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്, അവളുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോൾ അമ്മേനെയും കൂടി ഒരു കൊണ്ടുപോകാം, ഞങ്ങളുടെ കൂടെ അങ്ങ് പറഞ്ഞ് അയക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ശങ്കർജിയും ടീമും കൂടിയിട്ട് അങ്ങനെ അവിടുന്ന് പുറത്തേക്ക് അങ്ങ് പോവാണ്. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം രാധിക ഈ അമ്മനോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമായിട്ടുണ്ട് എനിക്ക്, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇനിയും ബാക്കിയുണ്ടല്ലേ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനും അനുഭവിക്കാനും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ ഈ രാധികനോട് പറയണം. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അത് ശരിയാണ് അമ്മേ, നമുക്ക് ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനും അനുഭവിക്കാനും ഒക്കെ ദൈവം യോഗം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇങ്ങനെ ടെൻഷൻ ആവുന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഡോക്ടറെ പറ്റി ഇങ്ങനെ ഈ അമ്മ പറയുന്നുണ്ട്, മോളെ, ആ ഡോക്ടർ എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു പെൺകുട്ടിയാണല്ലേ, ഇത്രയും നല്ലൊരു പെൺകുട്ടിനെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഈ രാധിക പറയുന്നുണ്ട്, ശരിയാണ് അമ്മേ, അത്രയും നല്ല ആളുകളൊക്കെ കാണുമ്പോഴാണ് ഞാൻ ആദ്യം വിചാരിക്കും, ഞാൻ ഈ ലോകത്ത് ഇപ്പം നന്മ നിറഞ്ഞ മനസ്സുള്ള ആരും ഇല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവരെയൊക്കെ കാണുമ്പോഴാണ് ഇനിയും ലോകത്ത് ഒരുപാട് നന്മ നിറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്, അപ്പോൾ ലോകത്ത് ഇനിയും നന്മ നിറഞ്ഞത് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും തിന്മ മാത്രമാണ് എന്നൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നത് ഇവരെയൊക്കെ കാണുമ്പോഴാണ് എന്നൊക്കെ ഇങ്ങനെ രാധിക ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെയൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് ഓക്കെയാണ് എന്നൊക്കെ ഈ ഡോക്ടർ ശങ്കർജിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇവളെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി, കുറച്ച് നേരത്തെ ക്ഷീണം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ടൊക്കെ ഓക്കെ ആകും എന്നൊക്കെ ഇങ്ങനെ ഈ കുഞ്ഞിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അതേ സമയത്ത് ഈ ശ്യാമക്ക് ഇങ്ങനെ ഭയങ്കര ഈ എന്താണ് ഡോക്ടർ പറയുന്നതൊക്കെ ഭയങ്കര ആകാംക്ഷയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഡോക്ടറോട് ഇങ്ങനെ ഈ ശ്യാമ ചോദിക്കുന്നുണ്ട്, അല്ല ഡോക്ടർ, മരുന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഏത് നേരത്താണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഈ ശ്യാമ ചോദിക്കുന്നത്. അപ്പോൾ ശങ്കർജി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമനോട് പറയാണ്. എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് നടക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഈ ശങ്കർജി ഈ ഡോക്ടറോട് പറയുന്നുണ്ട്, ആ അമ്മനെയും കൂടിയിട്ട് കൊണ്ടുപോകാം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ തീർച്ചയായും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ കാറിലേക്ക് അങ്ങ് കൊണ്ടുപോയി ഈ കുഞ്ഞിനെയും ശ്യാമനെയും ഒക്കെ കാറിൽ കയറ്റുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവർ ആ അമ്മനെയും കൂടിയിട്ട് അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരെയും കൂടിയിട്ട് കാറിൽ ഈ സ്നേഹ കയറ്റുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ശ്യാമയും ആ കുഞ്ഞും ഒക്കെ കാറിൽ കയറിയിട്ട് ഈ അമ്മനെയും കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ കാറിനരികിലേക്ക് അതും ഈ ശ്യാമ ഈ കുഞ്ഞിനെയും കൊണ്ടിരിക്കുന്ന ഈ കാറിൻ്റെ അരികിലേക്കാണ് ഈ രാധികയെയും വയസ്സായിട്ടുള്ള ഈ അമ്മനെയും കൊണ്ട് അങ്ങ് വരുന്നത്. അപ്പോൾ കൊണ്ടുവന്നിട്ട് അവർ ആ മുറ്റത്തിരുന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ അമ്മനോട്, അമ്മ എങ്ങനെ ടെൻഷൻ ആകുമെന്ന് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ആശ്രമത്തിലേക്ക് വരാം, ഞാൻ കോൾ ചെയ്യാം, ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യാം, അങ്ങനെ ടെൻഷൻ ആവുമെന്ന് വേണ്ട, ഇനി ആരും ഇല്ല എന്നുള്ള തോന്നലൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പരിചയമില്ലാത്ത നീ എനിക്ക് എത്രമാത്രം സ്നേഹമാണ് തരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, ഒരിക്കലും എനിക്ക് എൻ്റെ അമ്മനെ നഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് ഇനിയുള്ള നിങ്ങളെ പോലെയുള്ളവരൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയായിട്ടാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇനി ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരാം, ഞാൻ എന്തായാലും ആ ഡോക്ടറോട് ആ ആശ്രമത്തിലെ നമ്പറൊക്കെ വാങ്ങാം, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വിളിക്കുക, ഞാൻ അങ്ങോട്ട് വരികയൊക്കെ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ
അമ്മ ഇങ്ങനെ രാധികനോട് പറയുന്നുണ്ട്. അത് പിന്നെ നീ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വരണം, അപ്പോൾ തന്നെ എനിക്ക് നിന്നെ കാണും ചെയ്യാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവരുടെ കൂടെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോറ് തുറന്നിട്ട് ആ സ്നേഹ ആ അമ്മനെയും കൂടിയിട്ട് അതിലേക്ക് കയറ്റുന്നുണ്ടെങ്കിലും ഈ സ്നേഹം കൂടി കയറുന്ന സമയത്തൊക്കെ രാധിക ആ വണ്ടിയിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ശ്യാമനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. അപ്പോൾ അവർ പരസ്പരം അങ്ങ് കാണാതെ അങ്ങനെ അവർ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ആശ്രമത്തിലേക്ക് അങ്ങ് തിരിച്ചു പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ രാധിക അതൊക്കെ അങ്ങനെ നോക്കി അങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ രാധിക അത്രയും ക്ലോസ് ആയിട്ടും ഈ ശ്യാമനെ അവർ പരസ്പരം തിരിച്ചറിഞ്ഞിട്ടുമില്ല. ശ്യാമ ഈ രാധികനെ അങ്ങ് കാണുന്നുമില്ല, തിരിച്ചറിയുന്ന ഒന്നുമില്ല. പിന്നീട് ഈ രാധിക പോയിട്ട് ഈ ഡോക്ടറോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഡോക്ടർ എനിക്കൊരു കാര്യം ചെയ്യുക, എനിക്ക് ആശ്രമത്തിലെ നമ്പർ ഒന്ന് തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതിനെന്താ ഞാൻ തരാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഡോക്ടർ അങ്ങ് പോകുന്നൊക്കെ ഉണ്ട്. എന്തായാലും എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ഇനി ശ്യാമൊക്കെ ഈ രാധികനെ കാണാനുള്ള വല്ല ചാൻസും ഉണ്ടാകുമോ, അത് ഇനി ഈ രാധിക ഇനി ആശ്രമത്തിലേക്ക് പോകുന്ന സമയത്തെങ്കിലും ശ്യാമയായിട്ട് കണ്ടുമുട്ടോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.